സുഹൃത്തുക്കളെ നമസ്കാരം. ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്ന് തുടങ്ങുന്നത് മേലുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ISL എന്ന് തുടങ്ങുന്നത് അത് വേറെ വിഷയം. അപ്പോൾ അതല്ല, മലപ്പുറം FC സൂപ്പർ ലീഗാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം FC ആയിക്കോട്ടെ, കാലിക്കറ്റ് FC ആയിക്കോട്ടെ, പാലക്കാട്, തൃശ്ശൂർ. കഴിഞ്ഞ തൃശ്ശൂരിൻ്റെ കളിക്കുള്ള ആൾക്കാരുണ്ടല്ലോ, ഫാൻസ് വന്നിട്ട് സത്യം പറഞ്ഞാൽ മലപ്പുറത്തിനെക്കാട്ടി ഫാൻസാണ് തൃശ്ശൂരിൽ അന്ന് ആ സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഫുട്ബോളിലെ ഈറ്റിലെ മലപ്പുറത്തെ വെല്ലാം പോലുള്ള ഫാൻ ബേസ് തൃശ്ശൂരിൽ ഉണ്ട് അർത്ഥം. അമ്മാതിരി ക്രൗഡേന്ന് അവിടെ മലപ്പുറം തൃശ്ശൂർ ഏറ്റുമുട്ടിയപ്പോൾ. അപ്പം അങ്ങനെ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു ലീഗാണ് നമ്മുടെ സൂപ്പർ ലീഗ്. അതിൽ 2-3 കളി അവസാനത്തെ ലാസ്റ്റ് മാച്ച് മോശമായതുകൊണ്ട് മലപ്പുറം FC ഓരോ കോച്ചിനെ പുറത്താക്കിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രായം കൂടിയെന്ന് തോന്നുന്നു. കാരണം കോച്ചിനെ ഓരോ വർഷം കൂടുമ്പോൾ പുറത്താക്കുന്ന ഒരു പരിപാടി. അങ്ങനെ ഒരു കോച്ചിനെ പുറത്താക്കിയപ്പോൾ ആ ഒരു ഒഴിവിലേക്ക് അടുത്തത് വരുന്നത് ആരാന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളെ ഞെട്ടാനുള്ളൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിട്ടിയ റൂമേഴ്സും റിപ്പോർട്ടും പ്രകാരം, ഒന്നും ഒഫീഷ്യലല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റൂമേഴ്സാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ റൂമേഴ്സ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാന്, ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കുമനോവിച്ചാണ് അത്രേ മലപ്പുറം FCൻ്റെ പുതിയ കോച്ചായി വരുന്നത്. എങ്ങനെയുണ്ട്? ഒരു കോച്ചിനെ പുറത്താക്കിയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ കോച്ച് മലപ്പുറം FCയുടെ പുതിയ കോച്ചായി വരുന്നതെന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടും റൂമേഴ്സും ഒന്നും ഒഫീഷ്യലല്ല കേട്ടോ, ഒക്കെ റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഇത് പൊളിക്കും, അടിപൊളി ആവും. കാരണം എല്ലാ പ്ലേയേഴ്സും ഉണ്ട്, ഫാൻസും ഉണ്ട്. ഇനി ഒരു കോച്ചിൻ്റെ കൂടി കുറവുള്ളൂ, അതും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. മലപ്പുറം FC ഓരോ കോച്ചിനെ പുറത്താക്കിക്കുക. ഇവർക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രേതം കൂടിയോ? കളി തുടങ്ങിയിട്ട് കുറച്ച് കളി ചിലപ്പോൾ മോശമായിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കുക, ഞാൻ അതല്ല ആലോചിക്കണ്ടേ. കഴിഞ്ഞ ആഴ്ച മലപ്പുറം FCയും തൃശ്ശൂർ FCയും തമ്മിലുള്ളൊരു കളി ഉണ്ടായി മോനെ. മലപ്പുറത്തെ ഫാൻസൊക്കെ ആണ് മാറിക്കേണ്ടി വരും. അമ്മാതിരി ക്രൗഡാണ് തൃശ്ശൂരിലെ സ്റ്റേഡിയത്തിൽ. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി. പൊതുവെ നമ്മളിങ്ങനെ തള്ളും മലപ്പുറത്ത് ഫുട്ബോൾ അടിപൊളി, അല്ലെങ്കിൽ കോഴിക്കോടാണ്. എന്നാൽ ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു തൃശ്ശൂരിലെ ഫാൻസ് തൃശ്ശൂരിലെ ആ സ്റ്റേഡിയത്തിൽ വന്ന് കാണാൻ ഞെട്ടിച്ച് കാണുമ്പോഴേ, നമ്മളെ മലപ്പുറത്തെ ഫാൻസ് ഒന്നുമല്ല. ഞാനും മലപ്പുറത്തുള്ള തന്നെയാണ്. പക്ഷെ നമ്മളെ മലപ്പുറത്തെ ഫാൻസൊക്കെ മാറിക്കുക. അമ്മാതിരി ക്രൗഡാണ് തൃശ്ശൂരിലെ സ്റ്റേഡിയത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തൃശ്ശൂർ ഇന്ന് പൊട്ടി പൊളിച്ചിട്ടുള്ള ഒരു ഫുട്ബോളുള്ള സ്ഥലമല്ല. IM വിജയൻ ആയിക്കോട്ടെ, ജോപ്പോൾ അഞ്ചേരി ആയിക്കോട്ടെ, ഏത് ഫുട്ബോൾ പ്ലേയേഴ്സിന് എടുത്താലും ഒരു തൃശ്ശൂരിൽ നിന്നാണ് അധിക പ്ലേയേഴ്സും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തൃശ്ശൂരിലെ ആ ഫാൻസ് കണ്ടിട്ട് നമുക്ക് ഒരു രോമാഞ്ചം തോന്നുകയാണ്. നമ്മളെ മലപ്പുറം FCത്തെ നമ്മളെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലുള്ള അതിലാറും ക്രൗഡാണ് തൃശ്ശൂരിലെ ആ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ചിലപ്പോൾ സ്റ്റേഡിയത്തിൽ വലിപ്പ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പറയാം. ഫുട്ബോളിൽ ഇന്നേ വരെ ചിത്രത്തിലില്ലാത്ത ഒരു സ്ഥലം വന്നിട്ട് ഞെട്ടിക്കുമ്പോൾ അത് എടുത്ത് പറയണ്ടേ. നമ്മളെ മലപ്പുറം FCത്തെ ഫാൻസൊക്കെ പൊതുവെ അത്ഭുതപ്പെടുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. വളരട്ടെ, ഫുട്ബോൾ വളരട്ടെ, എല്ലാ സ്ഥലത്തും വളരട്ടെ. അല്ലാതെ ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറഞ്ഞു തരുന്നതല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ പുറത്താക്കുന്നുള്ള കലാപരിപാടി എല്ലാ വർഷവും നടക്കേണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ പുറത്താക്കുക, കളി മോശമായ പ്ലേയേഴ്സിനെ പുറത്താക്കുക, എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാം. മലപ്പുറം FCനോട് പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങൾ ആ പാതയിലൂടെ നീങ്ങരുത്. കാരണം എന്താ അറിയോ, ഇപ്പോഴുള്ള കോച്ചിന് എന്താ പ്രശ്നം? നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ ടീം എത്ര പല കോച്ചുമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ചു, എന്നിട്ട് വല്ല മെച്ചമുണ്ടായോ? ഇല്ലല്ലോ. പടവലം പോലെ താഴോട്ടാണ് റാങ്കിങ്. അപ്പോൾ കോച്ചിനെ മാറ്റിച്ചിട്ടൊന്നും ഈ ഇപ്പോഴുള്ള മലപ്പുറം FCന്റെ കോച്ചിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ലാസ്റ്റ് 1-2 കളി ചിലപ്പോൾ മോശമായിട്ടുണ്ടാവും, എല്ലാ കളിയും ജയിക്കുന്ന മെഷീനോ. അപ്പോൾ പറഞ്ഞു തരുന്നത്, ആ പാതയിലൂടെ പിന്തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല. പിന്നെ അതിങ്ങനെ കലാപരിപാടിയുമായിരിക്കും എല്ലാ വർഷവും ഇങ്ങനെ കോച്ചിനെ മാറ്റുക, പ്ലേയേഴ്സിനെ മാറ്റുക, അങ്ങനെ പോകേണ്ടി വരും. സത്യം പറഞ്ഞാൽ എവിടെ പ്രശ്നം നോക്കിയിട്ട് അതൊന്ന് സോൾവ് ആക്കിയാൽ പോരെ. അല്ലാതെ ഇപ്പോൾ അത്ര കളി മോശമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്ലേയേഴ്സ് റിക്രൂട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു മോശമായിട്ട് കളിച്ചിട്ടുണ്ടാവും. പിന്നെ അതല്ല, പൊതുവെ ആൾക്കാർക്ക് ഫുട്ബോളിനോടുള്ള ഇൻട്രസ്റ്റ് ഇപ്പോൾ കുറഞ്ഞു വരിക. കാരണം എന്താ പറയുക, ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊല്ലത്തിൽ ഒരു മാവേലി വരുന്ന പോലൊക്കെ ഉള്ള ആകെയുള്ള ഒരു ലീഗാണിത് ഇവിടെ. അതിപ്പോൾ നടക്കണില്ല. സെപ്റ്റംബറിൽ തുടങ്ങേണ്ട ലീഗ് ഇപ്പം ഡിസംബർ ആയിട്ടും തുടങ്ങിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പല ടീമും പല കോച്ചുമാരും പ്ലേയേഴ്സൊക്കെ അഭ്യർത്ഥിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങി പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അവസ്ഥ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ അവസ്ഥ. ഇപ്പോൾ കേസിനായിട്ട് പോയിക്കണം സുപ്രീം കോടതിക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മളെ നിൽക്കുന്നത്. ഫുട്ബോളിൽ ഒട്ടും ഒരു സ്കോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ലീഗ്, സൂപ്പർ ലീഗ് എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പം അതിൽ ഇങ്ങനത്തെ കലാപരിപാടി വരുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും. കോച്ചിനെ പുറത്താക്കി വെച്ചിട്ട് ഇങ്ങനെ
ഫാൻസിനെ സന്തോഷിക്കാൻ ആയിരിക്കും ചിലപ്പോ, അറിയില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. എന്നാ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.